സെക്കൻഡ്, തേർഡ്, സെക്കൻഡ്, ന്യൂട്രൽ. ഇപ്പോഴത്തെ ഒരു സൈക്കിളിലാകുമ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഫെയറിംഗ് എന്ന് ഒഴിക്കാതെ ഈ സൈഡിൽ കൂടി എൻ്റെ ലൈനൊക്കെ പോകുന്നത്. ഇത് സെറ്റ് ചെയ്യാൻ നോക്കി ആകെ പണികളായിരുന്നു. മിറർ ഒടിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഈ ഹാൻഡിലൊന്ന് മാറാൻ നോക്കി അതിൻ്റെ ത്രെഡ് ഒടിഞ്ഞ് അകത്തായി. അങ്ങനെ മൊത്തം പണിയായിരുന്നു. വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ കുറേ നാളുള്ള പ്രോജക്റ്റ് ആയിരുന്നു ഡൊമിനോറിൻ്റെ സെക്കൻഡറി മീറ്റർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വർക്കിംഗ് ആയിട്ട് ഇപ്പോൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ തന്നെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. ഇതിൻ്റെ ക്ലാമ്പൊക്കെ രണ്ടാമൊന്നും ചെയ്യേണ്ടി വന്നു. പിന്നെ അതിനുവേണ്ടി എൻ്റെ മിററൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒടിഞ്ഞു പോയി. പിന്നെ ഈ ഹാൻഡിൽ ബാർ ചെറിയ ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ നോക്കിയിട്ട് അതിൻ്റെ ത്രെഡും പോയി അകത്തായി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നതാണ് ചെയ്യാത്തത്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇത് വെച്ചിട്ട് അതേ കണക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്തേക്ക്. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ വയറിംഗ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഒരുപാട് അറിയാത്ത കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അക്ഷരാഭ്യാസം ഇല്ലാത്തമാരെ നോക്കിയിട്ടോ. അപ്പോൾ അതെനിക്ക് താല്പര്യമില്ല. ഞാൻ അതിൻ്റെ ഒരു ഡയഗ്രം കൊടുത്തേക്കാം. അത് ചെയ്യുന്ന ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ചെയ്തു തരും. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാം. തന്നെ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡൊമിനോറിൻ്റെ UG മോഡലിൻ്റെ 400ൻ്റെ ഒരു സെക്കൻഡറി മീറ്റർ വാങ്ങിക്കണം. ഇതിൽ മാത്രമേ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററിൻ്റെ ഇതൊക്കെ വരുന്നുള്ളൂ. പിന്നെ വാങ്ങിക്കേണ്ട സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഈ നോർമലായിട്ട് വരുന്ന NSൻ്റെ ഇതിൻ്റെ അകത്തൊരു സെൻസർ സ്വിച്ച് വരും. അതിൽ ന്യൂട്രൽ മാത്രം സെൻസ് ചെയ്യേണ്ട അതേ ഉള്ളൂ. അത് മാറ്റി നമ്മൾ KTMൻ്റെ വാങ്ങിക്കണം. അതിൻ്റെ ഒരു ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാം, പാർട്ട് നമ്പറും അതുകൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഈ സ്വിച്ച് മാറണം. അതിന് ഈ മാഗ്നറ്റിക് സൈഡിൻ്റെ കേസിങ് അടിക്കണം. നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ അകത്ത് ഫ്ലൈ വീലുണ്ട്. ആ ഫ്ലൈ വീൽ പുള്ളർ എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ട് ആ ഫ്ലൈ വീൽ ഊരിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് കടയിൽ കൊടുത്ത് ചെയ്യണം. അത് സെറ്റ് ചെയ്തിട്ട് തിരിച്ച് ഒരു എഞ്ചിൻ പാക്കിംഗ് കൂടെ വാങ്ങിക്കേണ്ടി വരും. ഇത് ഈ സൈഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ പാക്കിംഗ് തൊട്ട് ഇത് തിരിച്ചൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിയും. പിന്നെ ഇതിൻ്റെ വയറിംഗ് കണക്ഷനൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതെനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തേക്കാം. പിന്നെ വയറിങ്ങൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനാണ് ഇരിക്കുന്നതെങ്കിൽ അത് കുറച്ച് കുളമാവും. അതുകൊണ്ട് കടയിൽ കൊടുത്ത് തന്നെ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ വയറിംഗ് ഡയഗ്രാം ഞാൻ വേറൊരു ആർക്കിനോസിൻ്റെ ചാനലിൽ നിന്ന് എടുത്ത് അത് കടയിൽ കൊടുത്താണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ പോയ ഷോപ്പിൽ ഇത് മുമ്പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ വയറിങ്ങൊക്കെ അവർക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതുകൊണ്ട് ആ ആർക്കിനോസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് അതിൻ്റെ വയർ ഡയഗ്രാം എടുത്ത് അതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം. അത് വെച്ചായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു കപ്പർ ഇറങ്ങുന്ന ചെറിയൊരു സാധനം വരും. അത് നമ്മൾ റിമൂവ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ പിന്നെ ടാങ്ക് കഴിക്കാൻ നേരത്ത് എപ്പോഴും ഒരു ഡിസ്കണക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ ഷോപ്പിലും നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ കണക്ഷൻ അറിയാവുന്നവർക്ക് മാത്രമേ തിരിച്ച് അതിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റൂ. പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് ചെയ്തതിന് ജസ്റ്റ് അയച്ചിടാം, തിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ നേരത്ത് ഇത് കൊടുത്തിട്ട് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ പവർ എടുത്തേക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ ലൈൻ നേരെ ഇവിടെ നിന്ന് പോയി ഈ പാർട്ടിൽ ഇവിടുത്തെ കുറേ സോക്കറ്റിൽ നിന്നാണ് പവർ എടുത്തേക്കുന്നത്. അത് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടല്ല ചെയ്തത്. കാരണം അത് നിങ്ങൾക്ക് ഫ്രീക്വൻ്റായിട്ട് ഊരേണ്ട ആവശ്യമൊന്നുമില്ല. എഞ്ചിൻ വല്ല പണിയൊക്കെ വന്ന സമയത്ത് മാത്രമേ ഊരിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ ഒരുപാട് പ്ലഗ് ആൻഡ് പ്ലേ സോക്കറ്റ് കട്ടൊക്കെ ചെയ്ത് വെച്ചാൽ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ജസ്റ്റ് ഞാൻ ഒരു ഡയറക്റ്റ് സ്യൂട്ടായിട്ടുള്ള സോക്കറ്റ് ഉണ്ട്, അത് മാത്രമേ എനിക്ക് ആവശ്യം വന്നുള്ളൂ. അതിവിടെ കൊടുത്തിട്ട് ഈ ലൈൻ നേരെ അവിടെ ഒരു സോക്കറ്റ് ഉണ്ട്. ആ സോക്കറ്റ് ഈ ഒരു മീറ്ററിൻ്റെ സോക്കറ്റ് ഇതുവഴി കിറ്റൊന്നും അടിക്കാതെ ഞാൻ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ സൈഡിൽ കൂടെ വലിച്ച് ഇതുവഴി കൊണ്ടുവന്ന് ഇവിടെ ആയിട്ടാണ് ഞാൻ സോക്കറ്റ് കൊടുത്തേക്കുന്നത്. അതിന് വേണ്ടി നിങ്ങൾ കിറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്നും അടിക്കേണ്ട. പക്ഷേ ഈ സൈഡിലത്തെ ഈ ഒരു ഫെയറിങ്ങിൻ്റെ ബോൾട്ടൊക്കെ ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ ഇതൊന്നും ജസ്റ്റ് സൈഡിലോട്ട് അകർത്തി പിടിക്കാൻ പറ്റും. എന്നിട്ട് മാത്രമേ പ്ലഗ് ആൻഡ് പ്ലേ സോക്കറ്റ് കുറച്ച് തിക്കാണ്, അതുവഴി കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യമുള്ള സമയത്താണെങ്കിലും ഈ ടാങ്ക് വരാൻ നേരത്തെ ഈ സോക്കറ്റ് ഒന്ന് അയച്ചിട്ട് ഇത് ഊരി എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇത് ചെയ്ത ഷോപ്പിൽ ഇതെല്ലാം പക്കായിട്ട് ചെയ്ത് കുറച്ച് ലേറ്റ് ആയിരുന്നു അന്ന് നൈറ്റ്. അപ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ ക്ലാമ്പ് റെഡിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഞാൻ തന്നെ വീട്ടിൽ നിന്നൊരു ക്ലാമ്പൊക്കെ ചെയ്യാമെന്നാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് അവർ വേറെ ചെറിയ ക്ലാമ്പ് വെച്ചിട്ട് ഇവിടെ ഒരു സ്ക്രൂ ചെയ്ത് തന്നാണ് വിട്ടത്. ഞാൻ വീട്ടിൽ നിന്ന് ഇന്നലെ ചെയ്യാൻ നോക്കിയിട്ട് സംഭവം കുളമായി. ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതേപോലത്തെ ഒരു ക്ലാമ്പ് കട്ട് ചെയ്ത് ഇവിടെയും കൊടുത്ത് ഇവിടെയത്തെ ഒരു ബോൾട്ടുണ്ട് അതിലും കൊടുത്ത് അപ്പുറത്തും കൊടുത്തിട്ട് ബാക്കി ഇതിൻ്റെ ബാക്കിലും കൊടുക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രശ്നമുണ്ട്. ഈ സാധനം കട്ട് ചെയ്യേണ്ട ടൂൾസൊക്കെ വേണം. നമ്മൾ വളച്ചും തിരിച്ചൊക്കെ കട്ട് ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഇത് വൃത്തിയിടാവും. പിന്നെ കയ്യാണുകൾക്ക് തട്ടിയാൽ മുറിയുകയും ചെയ്യും. പിന്നെ ഈ ഒരു ഹോള് വലുതാക്കേണ്ടതുകൊണ്ട് പിന്നെ ഇത് കട്ട് ചെയ്ത സ്ലോട്ടിൽ പിന്നെ വെച്ചിട്ട് അവിടെ ഒരു ഹോൾ അടിക്കണം. അപ്പോൾ അതിനൊക്കെ ടൂൾസ് വേണം. അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമത് ആറ്റിങ്ങ മോട്ടോ വഴി കൊണ്ടുപോയാണ് ഈ ക്ലാമ്പൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ചെടുത്തത്. അതിനെനിക്കൊരു എറൗണ്ട് ഒരു 100 രൂപ പെട്രോൾ അടിക്കാനും പിന്നെ ഇതിനെല്ലാം കൂടെ ഒരു പെയിൻറ്റിങ്ങും ഈ സാധനം സെറ്റിങ് എല്ലാം കൂടെ ക്ലാമ്പും എല്ലാം കൂടെ എനിക്കൊരു 60 രൂപ അടുപ്പിച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വൈബ്രേഷൻ വരാക്കി ഇതിൻ്റെ അടിയിൽ ഒരു ബ്ലാക്ക് ഡബിൾ സൈഡ് ടേപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വർക്കിങ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആക്ഷൻ ക്യാമറയൊന്നും എടുക്കുന്നില്ല. അതെടുത്ത് കഴിഞ്ഞാൽ റണ്ണിങ് വർക്കിങ്ങും കാണിക്കാൻ പറ്റൂ. കീ ഓണാക്കി കഴിഞ്ഞാൽ തന്നെ ഓണായി വരും. മീറ്ററൊന്നും ഓണാവേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ന്യൂട്രലാകുമ്പോൾ ഈ 0 പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. ഇതിലെ ന്യൂട്രലിൻ്റെ ഒരു ഇത് മാത്രം ഞാൻ മീറ്റർ തന്നെയാണ് കൊടുത്തത്. അല്ലാതെ നമ്മളെല്ലാം ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ന്യൂട്രലിൻ്റെ ഇൻഡിക്കേഷൻ ഇല്ല. ജസ്റ്റ് 0 എന്നേ കാണിക്കും. എല്ലാം ഇതിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ന്യൂട്രലിൽ കിടന്നാലും പിന്നെ അതിൽ കാണിക്കാത്തതുകൊണ്ട് നമ്മൾ ക്ലച്ചൊക്കെ പിടിച്ചാലേ സ്റ്റാർട്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ന്യൂട്രലിൽ മാത്രം അതിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 0 ആണ്.
സെക്കൻഡ്, തേർഡ്. ഇതുവരെ വണ്ടി നിർത്തിയിട്ടേക്കുമ്പോൾ പോകും, അല്ലെങ്കിൽ വണ്ടി ഒന്ന് മൂവൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത് പക്ക വർക്കിംഗ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന് എനിക്ക് വന്ന ലേബറെന്ന് വെച്ചാൽ ഞാൻ ഇത് വെഞ്ഞാറയുടെ ഗാരി 93 ചെയ്തത്. ഇത് സെറ്റ് ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ സാധനം കിട്ടിയപ്പോൾ ഞാൻ ഫ്ലോയിൽ എടുത്ത് വെച്ചിട്ട് ഒരുപാട് നാളായി ചെയ്യാത്തതിൻ്റെ കാരണം വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെയൊക്കെ കുറവാണ്. ഇവിടുത്തെ ലോക്കൽ വർക്ക്ഷോപ്പിലൊന്നും ചെയ്യില്ല. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എന്തായാലും കത്തിപ്പോവും. കാരണം നല്ല രീതിക്ക് ഓരിങ്ങൊക്കെ ഉണ്ട്, നല്ല രീതിക്ക് അറിയാൻ ചെയ്ത് കഴിഞ്ഞാൽ പണിയിട്ടും. പിന്നെ എനിക്ക് ഒരുപാട് മെസ്സേജ് അയച്ച് പറഞ്ഞായിരുന്നു AJ വ്ളോഗ് ഇത് ചെയ്യുമെന്ന്. അപ്പോൾ AJ കസ്റ്റംസ് ഇവിടെ അടുത്ത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 8-9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പിന്നെ അത് ഗാരി 93 ചെയ്യും. അവിടെ ഒരുപാട് കസ്റ്റമർക്ക് ഇതിനൊക്കെ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു കസ്റ്റമർക്ക് കുറച്ച് വെച്ചിട്ട് അല്ലാത്ത പണികളൊക്കെ വെച്ചേക്കുന്നത്. കാരണം ഒരുപാട് ബിസിയാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ ചെയ്താലും സാധനം ചെയ്തിട്ടില്ല. അവിടുത്തെ ഒരു ചേട്ടനാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ മിക്കുള്ള സമയത്ത് അവിടെ ചിലപ്പോൾ അങ്ങനെ കാണില്ല. പിന്നെ AJ വ്ളോഗിൻ്റെ അടുത്ത് ഞാൻ ഇത് മെസ്സേജ് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇതിൻ്റെ ലേബർ കാര്യങ്ങളൊക്കെ 800 പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി. മേ ബി കുറച്ച് റീച്ചൊക്കെ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ ചാർജ് വാങ്ങിക്കുന്നതായിരിക്കും. എങ്കിലും റീച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള പൈസ ചുമ്മാ കൊണ്ട് കളയേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇത് ഗാരി 93 ചെയ്തപ്പോൾ എനിക്ക് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് എഞ്ചിൻ പാക്കിംഗ് ആൻഡ് ലേബർ എനിക്ക് 500 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഈ ക്ലാമ്പ് അവിടെ നിന്ന് അപ്പോൾ ചെയ്തില്ലായിരുന്നു. അതപ്പോൾ ചെയ്തിരുന്നെങ്കിൽ അത്ര റേറ്റ് അവിടെ നിന്നാവുള്ളായിരുന്നു. പിന്നെ രാത്രി ലേറ്റ് ആയതുകൊണ്ടും എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം രണ്ടാമത് വന്നിട്ട് ക്ലാമ്പൊക്കെ ഞാൻ തന്നെ അടിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി. കാരണം കുറച്ച് ടൂൾസൊക്കെ വേണം ഈ സാധനം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ പിന്നെ എണ്ണ അടിച്ചിട്ട് ആറ്റിങ്ങ മോട്ടോവനി പോകാൻ ക്ലാമ്പൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് അതൊക്കെ പക്കയായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചേർത്ത് എനിക്ക് പെട്രോൾ അടിക്കാൻ ഒരു 100 രൂപയും 60 രൂപയും കണ്ട് ഇതിന് ലേബർ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ 160, മൊത്തം ഒരു 660 രൂപയ്ക്ക് കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് പലവരും ഈ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി പല റേറ്റാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ഈ മോഡിഫിക്കേഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് റേറ്റും കാര്യങ്ങളൊന്നും ആർക്ക് കോമൺ ആയിട്ട് അറിയില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ റേറ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരാളടുത്ത് മാത്രം ചോദിച്ചിട്ട് ഒരു കാരണവശാലും കൊണ്ട് ചെയ്യാതിരിക്കുക. 1-2 പേരടുത്ത് ചോദിച്ചിട്ട് റേറ്റ് കുറഞ്ഞവരടുത്ത് പോയി ചെയ്യണം. റേറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അല്ലാതെ വർക്ക് കൂടെ പെർഫെക്റ്റ് ആണെന്ന് നോക്കണം. കാരണം 800-500 തമ്മിൽ നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ട്. ഏകദേശം ഒരു 50% അടുപ്പിച്ച് വ്യത്യാസമുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഗാരി 93 പേഴ്സണലായിട്ട് അറിയുകയും ചെയ്യാം. അവർ നല്ല രീതിക്ക് വർക്കാണെന്ന് പറയാൻ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഇതെനിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്കൊക്കെ നോക്കി ചെയ്യുക. പിന്നെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെയും എന്നെ ഇൻസ്റ്റൈഡിയും കാര്യങ്ങളിലൂടെ കൂടെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. പിന്നെ എന്നിട്ട് അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എൻ്റെ ഇൻസ്റ്റൈഡ് ലിങ്ക് കാര്യങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ട് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.